സഹോദരി ഒന്ന് ആ നടുവേദനയുള്ള സ്ഥലത്ത് കൈവച്ച്. ഇവരുടെ നടുവേദനയുള്ള സ്ഥലം നോക്കി അവിടെ മനസ്സിലായില്ലേ? ഓക്കെ. കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ സൗഖ്യപ്പെടുത്തോ? ഇപ്പൊ സൗഖ്യപ്പെടുത്തോ? വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാവും. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഈ വേദന, ഈ രോഗം പൂർണ്ണ സൗഖ്യമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രക്തധമനികൾ, മാംസപേശികൾ, നട്ടിലിന്റെ വേദന പൂർണ്ണ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. The name of Jesus, all blood come back to normal healthy condition. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, all blood. In the name of Jesus, command all evil afflictions to leave her now. Thank you, Jesus. Praise you, Lord. നന്ദി ഈശോയെ. നോക്കി എങ്ങനെയുണ്ട് നോക്കിയപ്പോ, കുനിഞ്ഞു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. നട്ടില്ലെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയേ. മാറി പൂർണ്ണമായിട്ടില്ല. എനിക്കിവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാലിന് വേദനയൊക്കെ വരുമായിരുന്നു ഇരിക്കുമ്പോൾ. കാലിന് വേണ്ട മുഴുവനായിട്ട് മാറി. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ നിൽക്ക്. ഈ സഹോദരി വായോ. നിങ്ങൾ അടുത്ത് വാ. എവിടെ വേദന? പെടലിക്കും ഈ കൈക്കും. ഈ തോളിലാണോ? തോളിനും പെടലിക്കും ഇപ്പൊ വേദന ഉണ്ട് ഇല്ലേ? ഉണ്ട് വേദന. മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഇല്ലേ? നോക്കിക്കോ, ആ വേദന ഒന്ന് മനസ്സിലാക്കിയേ. ഓക്കെ, ആ വേദന ഇപ്പൊ മാറാൻ പോവുകയാണോ? കർത്താവ് ഇപ്പൊ എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? ഇപ്പൊ പ്രവർത്തിക്കാൻ പോകുന്നത് വിശ്വാസമാണ് ഇല്ലേ? കർത്താവ് നമ്മളിലുണ്ട്, നിങ്ങളിലുണ്ട്. പക്ഷെ വേദനയുണ്ട്. പക്ഷെ നമ്മളത് വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി, ഉയർപ്പിന്റെ ശക്തി അതിലേക്ക് ഒഴുകിയിട്ട് ആ വേദന പൂർണ്ണമായിട്ട് മാറുന്നു. അപ്പോഴാണ് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഇല്ലേ? അന്ന് ലാസറിന്റെ വീട്ടിൽ നടന്ന പോലെ, അന്ന് ആ ഓരോ സംഭവങ്ങളിൽ നടന്ന പോലെ തന്നെ ഇന്നും കർത്താവ് നടത്തുന്നു. കാരണം കർത്താവ് നിത്യനാണ്. ആ നിത്യനായ ദൈവം നമ്മൾക്ക് നിത്യത നൽകിക്കൊണ്ട് നമ്മളിലൂടെ ലോകത്തിന് നിത്യത നൽകാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നുവോ? എല്ലാവരും കരമുയർത്തി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വേദന ഇപ്പോൾ മാറട്ടെ. In the name of Jesus, let this pain disappear now. Be healed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഈ വേദന പൂർണ്ണമായി സൗഖ്യമാകട്ടെ. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal health and be healed. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, all blood vessels come back to normal health and be healed.
In the name of Jesus, that all evil affliction tormenting her, leave her now. In the name of Jesus, I command all evil affliction tormenting her to leave now. In the name of Jesus, be healed. Thank you, Jesus. കർത്താവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി നന്ദി നന്ദി. നോക്കിയൊന്നിപ്പോ ഇങ്ങോട്ട് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നിന്നിട്ട് സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. Praise the Lord. Hallelujah. 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 Praise the Lord. Okay. ഇനി നമ്മൾക്ക് ഇതൊരു ഡെമോൺസ്ട്രേഷനാണ്, ഇതൊരു വർക്ക്ഷോപ്പാണ്. ഇപ്പോ വാസ്തവത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകാറുള്ള മറ്റൊരു പ്രതിഭാസം, ഇവിടെ വരാതെ അവിടെ ഇരിക്കുന്ന പലർക്കും സൗഖ്യം കിട്ടിക്കാണും. ഇപ്പോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ ഇരിക്കുന്ന ആൾക്ക് സൗഖ്യം കിട്ടിയില്ലേ? ഇതാ കൈയടിച്ച് കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഓക്കെ, അവിടെ എങ്ങനെയാ? മുട്ടുവേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അതാണ് നമ്മൾ ഒരു ബോഡിയാണ്. വി ആർ വൺ ബോഡി. അപ്പോൾ നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിച്ചപ്പോ ഇതൊരു ഈ ദൈവത്തിന്റെ പ്രസാദപരം, ഈ ശക്തി നമ്മൾ എല്ലാവരും ഒഴുകിയിരിക്കുന്നു. പലപ്പോഴും ഈ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുമ്പോൾ നമ്മളിങ്ങനെ വിശ്വാസത്തിന്റെ ശക്തമായ ഒരു പ്രകടനം നടത്തുമ്പോൾ ഇത് ഈ വ്യക്തിയുടെ രോഗം മാറാൻ വേണ്ടി മാത്രമല്ല. എന്തിനത്? ഇപ്പൊ ഇത്രയും ഈ 10 മിനിറ്റ് കൊണ്ട്, ഈ അരമണിക്കൂർ കൊണ്ട്, ഈ 3 പേർക്ക് സൗഖ്യ പ്രാർത്ഥന നടത്തിയ ഈ ഗ്യാപ്പുകളില്, ഇത്രയും സമയത്തില് നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു എന്ന് തോന്നുന്നവരൊന്ന് കരമുയർത്തിയേ. ഇതാണ് വിശ്വാസത്തിന്റെ കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറയുന്നു. ഈ ഒരു ഉയർച്ച ഇത് പെർമനന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് യാതൊരു പ്രയാസമില്ല. ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഉടനെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവര് സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമല്ല, വിശ്വാസം വളരുകയാണ്. അവിടെ പ്രാർത്ഥിക്കുന്ന ആളുടെ വിശ്വാസം വളരണം. അല്ലെങ്കിൽ എന്താ, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കോ, ഇതാണ് നമുക്ക് ആദ്യം ഉണ്ടാകണത്. പക്ഷെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോ നമുക്ക് എന്തോ വേറൊരു ശക്തിയാണ്, ഒരാവേശമാണ്, ഇതൊന്ന് വേഗം ചെയ്യാൻ തോന്നുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വിശ്വാസത്തിന്റെ ശക്തി. അതോടൊപ്പം നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോ അന്ന് ആ കാനാൻകാരിയുടെ സംഭവം മൂലം, അത് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂലം ഈ 2000 വർഷം എത്ര കോടാനുകോടി ആളുകളുടെ വിശ്വാസമാണ് ആ ഒരു സംഭവത്തിലൂടെ വർദ്ധിച്ചിരിക്കുന്നത്, ഇല്ലേ? ഇപ്പൊ നമ്മൾ ഈ സംഭവത്തിലൂടെ ഇത് ഇവരിഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയും ഈ നിങ്ങൾ കണ്ടവരെല്ലാവരുടെയും ഹൃദയത്തിൽ ഇത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ ഇത് വലിയൊരു സാക്ഷ്യമായി മാറുന്നു. അപ്പൊ അങ്ങനെ രോഗം മാറുക മാത്രമല്ല, നാളെ വേണ്ടെങ്കിൽ വീണ്ടും വേദന ഉണ്ടാവൂലേ? ലാസർ മരിച്ചു, ലാസർ ഉയർത്തു, അയാൾ മരിച്ചില്ല വീണ്ടും. ഇപ്പൊ അന്ന് ഒരു വർഷം നേരത്തെ മരിച്ചെന്ന് അയച്ചിട്ട് ഇപ്പൊ എന്താ ദൂഷ്യം? മനസ്സിലായോ? അയാൾ എങ്ങനെയും മരിക്കും. അപ്പൊ എന്തിനാ അയാൾ ഉയർപ്പിച്ചത്? ലാസറിനെ ഉയർപ്പിച്ച് അയാൾക്ക് നല്ല കാര്യം ഉണ്ടാവാൻ വേണ്ടിയല്ല, അത് വിശ്വാസത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്താൻ വേണ്ടിയാണ്. ഉയർപ്പെന്നാൽ എന്താണ്?
കർത്താവ് ഈശോ മിശിഹ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ കർത്താവിന്റെ ശക്തി വിശ്വസിക്കുന്നവരിൽ ഇന്ന് പ്രകടമാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളിങ്ങനെ നിൽക്കും ഇവിടെ, അതൊന്നെടുത്ത് അങ്ങ് പുറകോട്ട് മാറ്റി വെച്ചത് താഴെ വീഴേണ്ടത് പുറകോട്ട്. ഇനി നിങ്ങൾ ഇവിടെ വളരെ രോഗമുള്ള കുറേ പേരുണ്ട്. അവർ ഓരോരുത്തരൊന്ന് വരിക, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ചേച്ചി വായോ, പിന്നെ ചേട്ടൻ വായോ, പിന്നെ ഓരോരുത്തർ പ്രാർത്ഥന ആവശ്യമുള്ളവരിപ്പോൾ വരിക. നമ്മൾ ഇതൊരു ശുശ്രൂഷയായിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. വായോ ചേച്ചി, ഒന്ന് പറയണോ? യു വാണ്ട് ടു സേ? 1999 എനിക്ക് വയറിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് വയറിൽ വളരെ വലിയ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ ഗ്രോത്ത് പിന്നെ ഹിസ്റ്റക്ടമി എടുത്തു, വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് എടുത്തു മാറ്റി. അപ്പോൾ അന്ന് അതിലൊരു വലിയൊരു സഞ്ചി പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, കുറേ ഫ്രില്ല് പോലെയൊക്കെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുപാട് വലിയ പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങളുടെ മധ്യേ നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ എൻ്റെ സുഹൃത്തോടെ ഉണ്ട്. അപ്പം അന്ന് ആ അസുഖം മാറിയതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം വീണ്ടും എനിക്ക് വരും എന്നാരും തന്നെ കരുതിയില്ല. അതുകൊണ്ട് ഡോക്ടർ തന്നെ വലിയൊരു മെഡിക്കൽ അസോസിയേഷനിൽ പോയി എൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കും അന്ന് അവിടെ ഇരുന്നവർ ചോദിച്ചത് അവരിപ്പോഴും ജീവിച്ചിരിക്കുവാണോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ജീവിച്ചിരിക്കുക മാത്രമല്ല, ഞാൻ വളരെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു വലിയ സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ 5 വർഷത്തോളം ഞാൻ എന്നെ തന്നെ മറന്നുകൊണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ റിട്ടയർമെൻറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു അസ്വസ്ഥതകളുണ്ട്, ശരീരത്തിലൊക്കെ അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ഈ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് രോഗം പിന്നൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ശരീരത്തിൻ്റെ നീർക്കെട്ടും നീരുവീഴ്ചയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്നേഹിതരും ഭർത്താവും മക്കളും ഒക്കെ എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ അവരുടെ സ്നേഹത്തിൻ്റെ പുറത്ത് രോഗം കണ്ടുപിടിക്കാതെ അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ കഴുത്തിൻ്റെ വശത്ത് ഒരു നോഡ് പോലെ വന്നു. ഈ നോഡ് പോലെ വന്നു കഴിഞ്ഞപ്പോൾ അതെന്തായാലും ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ കൂട്ടുകാർ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് പോയി കാണുകയും അത് പരിശോധനയ്ക്ക് വിധേയമായിരിക്കുകയുമാണ്. അപ്പോൾ പരിശോധനയിൽ ഒരുപാട് സ്കാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ സ്കാനിലെല്ലാം ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കാണുന്നത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്നാലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നില്ല. ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാൻ ഈ തിങ്കളാഴ്ച തീരുമാനിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും പുട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 10-15 ദിവസമായിട്ടുണ്ട്. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഞാൻ കർത്താവിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗം ശരീരത്തിൻ്റെ വയറിൻ്റെ വശത്ത് ഒരു കുടുക്കം, മുട്ടുത്തി നിൽക്കുമ്പോഴത്തേക്കൊക്കെ ഒരു കുടുക്കം പോലെയും, അല്ലാതെ വേദനയും, നെഞ്ചിൻ്റെ ഇവിടെയും ഒരു വേദന ഇതുണ്ട്. ക്യാൻസറസ് ആണെന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവറിയിലായിരുന്നു, ഈ വലിയൊരു സ്വെല്ലിംഗ് ആയിരുന്നു. ആ സ്വെല്ലിങ് ഓവറിയുടെ സ്വെല്ലിംഗ് ആണ്. അത് പൊട്ടി കംപ്ലീറ്റ് ഒമൻറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിൻ്റെ മുകളിലുള്ള ആ കുടലിൻ്റെ പാളികളിൽ എല്ലായിടത്തും പറ്റിയായിരുന്നു. കംപ്ലീറ്റ് ഭിത്തികളിൽ ആമാശയത്തിൻ്റെ എല്ലായിടത്തും അബ്ഡോമൻ വാളിലെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമായിരുന്നു. അപ്പോൾ സ്യൂഡോമെസ്നസ് സിസ്റ്റഡിനുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന കാലത്ത് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ക്യൂർ ഇല്ല. അത് എല്ലാം എടുത്ത് കളയാം, പക്ഷേ വീണ്ടും ആ മ്യൂസിൻ സെക്രീറ്റ് ചെയ്ത് വയറെപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷേ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞു വെറുതെ സ്റ്റെറൈൽ വാട്ടർ വെച്ച് വാഷ് ചെയ്താൽ മതി, അതോടെ മാറുമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആശ്വാസമായി. കംപ്ലീറ്റ് സ്റ്റെറൈൽ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് she was having some doubt. Every year she was doing the ultrasonography. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു കംപ്ലീറ്റ് ക്യൂർ ആണ്, ഒരു കുഴപ്പമില്ല. അതെങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഈയിടെ ഷീ കെയിം വിത്ത് ഒരു ലിംഫ് നോഡ് എൻലാർജ്മെന്റ്. അത് സാധാരണ സൂപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ് സെക്കൻഡറീസ് ആണ്. സോ ഞാൻ പറഞ്ഞു ആ സെക്കൻഡറി ആണ്, വേർ ഇസ് ദ പ്രൈമറി? അവിടെ ഒരു കുഴപ്പമില്ലെന്നാണല്ലോ ഇതേവരെ കണ്ടത്. അതുകൊണ്ട് അതൊരു പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ബട്ട് സ്റ്റിൽ
വി വാണ്ടഡ് ടു സീ. അപ്പോൾ ഡോക്ടർ ഗംഗാധരൻ്റെ കാണണം എന്ന് വിചാരിച്ചു. ഗംഗാധരൻ്റെ ഭാര്യ ഓങ്കോ സർജനാണ്. അപ്പോൾ ഞങ്ങളുടെ ഗൈനക് സൊസൈറ്റിയിലുള്ളതാണ്, എനിക്ക് പരിചയമുള്ളതാണ്. ആ കെയർ ഓഫിൽ ഗൈനക് സൊസൈറ്റി ഡോക്ടർ ചിത്രധാരയാണ്. ചിത്രധാരയുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞു. അവിടെ പോയി ലേക്ക് ഷോറിൽ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അവർക്ക് നല്ല സംശയമുണ്ട്. അത് കഴിഞ്ഞ് അവർ തന്നെ പറഞ്ഞു അമൃതയിൽ പോകണമെന്ന്. അമൃതയിൽ പോയി അവിടെ പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ ഇറ്റ് ഹാസ് സ്പ്രെഡ് എവറിവെയർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാലോ? ഡോക്ടർ ഷീസ് ആൾസോ ഡോക്ടർ. ഓക്കെ. അപ്പോൾ ഈ രോഗം എന്തു തന്നെയായാലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ച കർത്താവാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതും. അതുപോലെയുള്ളൊരു മർത്തയാണ് ഇവിടെ ഉള്ളത്. നമ്മളെല്ലാവരും ഒരു ഡോക്ടർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ധ്യാനം കൂടാനും. ആ ഡോക്ടർക്കും ഇത് ഭയങ്കര ഒരു പ്രചോദനമാകുകയും ഈ ദൈവത്തിൻ്റെ കരങ്ങളാണ് എല്ലാ ഡോക്ടർമാരും ചെയ്യണത്. ഈശോ ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ ചേച്ചിയുടെ പേരെന്താ? മേഴ്സി. ഒന്ന് അവിടെ യു പുട്ട് യുവർ ഹാൻഡ് ഓൺ ദ പ്രോപ്പർ പ്ലേസ്. എവിടെയാണെന്ന് വെച്ചാൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. കർത്താവെ ഇവിടെ കൈവച്ചു. കർത്താവെ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവെ അങ്ങയുടെ അത്ഭുതം നടത്തണം യേശുവിൻ്റെ നാമത്തിൽ. In the name of Jesus, with all these cancerous germs be removed. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം. Name of Jesus, I command the demonic influence leave her now. Let this demon leave her now. Heal her. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. Oh Yeshua, oh Yeshua, I believe. Move this mountain. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, വിശ്വസിക്കുന്നു. I believe. എല്ലാവരും പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. Praise the Lord. ഇതിന്റെ റിസൾട്ട് ഇപ്പൊ നമുക്കിപ്പോ മനസ്സിലാവില്ല. അതെ അല്ല അപ്പൊ ഇപ്പോഴത്തെ ഈ ഹീലിംഗ് അല്ല ഈ ഹീലിംഗ് പ്രയറിന്റെ എന്തെങ്കിലും റിസൾട്ട് ഇപ്പൊ മനസ്സിലാവോ? ഇപ്പൊ എന്തെങ്കിലും ബോഡിയിൽ പെയിനോ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇപ്പൊ ബോഡിയിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇവിടെ ആ ലിംഫിനോട് കുറഞ്ഞ് ലിംഫിനോട് കാണാനില്ല കേട്ടോ. ഇവിടെ ഒരു കാർഡ് മാസം ഇതിന്റെ മുകളില് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. നന്ദി പറയാം. ഇപ്പൊ ഡോക്ടർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഡോക്ടർ തന്നെ പറയാണ് മുമ്പുണ്ടായിരുന്ന ആ ഗ്രോത്ത് ആ ലിപ്നോട് ഇപ്പൊ കാണാനില്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. Praise you Jesus. Thank you. Praise the Lord. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്. നമ്മൾ സൗഖ്യം കിട്ടുകയും ഇതുപോലെ ഡോക്ടേഴ്സും എല്ലാം സൗഖ്യ അഭിഷേകമുള്ള ആൾക്കാരും. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതും നിങ്ങൾക്ക് സൗഖ്യമായിട്ട് വരും. ഇവിടെ ഒരു കിഡ്നി പേഷ്യൻ്റ് ഒരാളുണ്ട്. വായോ മകൻ വാ. ഒരു കസേരയും എടുത്ത് ഇദ്ദേഹം
ഇതിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പൊക്കില്ലല്ലോ. എന്താ മോൻ്റെ പേര്? വർക്കി. ഇവിടെ ഇരിക്കും. എന്താണ് നിങ്ങളുടെ അസുഖം? ഞാൻ 2012 തൊട്ട് കിഡ്നിക്കകത്ത് സ്റ്റോൺ ഉണ്ടായി, കിഡ്നിക്ക് നീർക്കെട്ടുണ്ടായി, 2 കിഡ്നിയുടെ ഫങ്ഷൻ പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ബ്ലഡിൻ്റെ അകത്ത് ക്രിയാറ്റിൻ 11.4 10ഒക്കെയാണ്. ദൈവാനുഗ്രഹത്താൽ ഞാൻ ഈ ധ്യാനത്തിന് വന്ന് തന്നെ ഭയങ്കര ദൈവാനുഗ്രഹം കൊണ്ടാണ്. ഞാൻ സാറിനെ TV-കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അന്ന് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലുള്ള ഒരു ഡോക്ടർ എനിക്ക് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് തന്നു. കാരണം ഒരു കാരണവശാലും ഞാൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അപ്പോൾ ഈ ധ്യാനം കൂടാനായിട്ട് വന്നതും അതുപോലെ തന്നെ സാർ എനിക്ക് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ആ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്, കർത്താവിൻ്റെ പ്രത്യേക നിയോഗം കൊണ്ടാണ് ഞാൻ വന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ്. ഞാനതെല്ലാം രാജിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട്. എന്നെ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് എന്നെ വിളിച്ചാണ്. ഞാൻ എൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇത് എനിക്കിവിടെ സീറ്റ് കിട്ടി തന്നെ അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ധ്യാന ടീമിലോ കരിസ്മാറ്റിക്കിലോ ഒന്നും ഉള്ള ആളല്ല. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം 10-ാം തീയതി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് മരണത്തെക്കുറിച്ചോ ഈ അസുഖത്തെക്കുറിച്ച് എനിക്കൊരു പേടിയില്ല. ഞാനിപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ എന്താ പേര് പറഞ്ഞ്? വർക്കി വിശ്വസിക്കുന്നുവോ? കർത്താവ് 100% വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കൈവച്ച് പ്രാർത്ഥിക്കുക. ഡോക്ടർ എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിന്റെ നാമം, in the name of Jesus, ഈ 2 കിഡ്നികളുടെയും ഫങ്ഷൻ നോർമലാക്കി. In the name of Jesus, let this mountain be moved. യേശുവിന്റെ നാമത്തിൽ ഈ 2 കിഡ്നികളും സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ 2 കിഡ്നികളും സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, let this mountain be moved. യേശുവിന്റെ നാമത്തിൽ move this mountain of sickness. 2 കിഡ്നികളും സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. All demonic influences leave him now. All demonic influences leave him now. In the name of Jesus. ലാസറേ, പുറത്തു വരിക. ലാസറേ, പുറത്തു വരിക. ലാസറേ, പുറത്തു വരിക. കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ 2 കിഡ്നികളും പൂർണ്ണ സുഖപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു. ഇപ്പൊ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായതുമായി തോന്നുന്നുണ്ടോ? കാലിന് മുട്ടിന് 2 വേദനയായിരുന്നു. ആ 2 വേദനയും മാറി. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. ഇവിടെ കൈക്ക് ബാൻഡേഡ് ഇട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. കൈക്ക് ബാൻഡേഡ് ഇട്ടൊരു ചേട്ടനുണ്ട്. വൈ. Praise the Lord. Yeah. Right. ഒന്നുകൂടി നമുക്ക് കർത്താവ് നന്ദി പറയാം. കർത്താവേ, ഇതെല്ലാം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ഇതുപോലെ ലോകം മുഴുവനിലേക്കും
Praise the Lord. എവിടെയാ? ആ. എല്ല് ക്രാച്ചായി, ഇത് പറഞ്ഞു. എല്ല് രണ്ട് ക്രാച്ചായി, എല്ല് രണ്ടും ക്രാക്കായി. 44 ദിവസമായി. ഇപ്പൊ കൈ പൊന്തിക്കാൻ പറ്റില്ല. അപ്പോ പക്ഷെ ഇത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടല്ലേ? മൂന്നാമത്തെ പ്ലാസ്റ്റർ. ഓഹോ, ആദ്യം ഇവിടുന്ന് ഇട്ടു, ആദ്യം ഈ കപ്പലോട്ട് ഇട്ടു, കപ്പൽ തൊട്ട് ആദ്യം പ്ലാസ്റ്റർ ഇട്ടു, രണ്ടാമത്തെ ഇപ്പൊ ഈ മുട്ട ഇട്ടിട്ടു, ഇപ്പൊ മൂന്നാമത്തെ പ്ലാസ്റ്റർ ഇത്. എവിടെയാ പൊട്ടിയേക്കുന്നത്? ഇതിന്റെ നേർക്ക് ഇവിടെ ഇവിടുന്നിട്ട് എന്തിനാ പ്ലാസ്റ്റർ? അങ്ങനെയാ എൻ്റെ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പേര് ഫ്രാൻസിസ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ കൈവക്കിയേ ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും, ഡോക്ടർ എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ അസ്ഥികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ അസ്ഥികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ, അസ്ഥികൾ പൂർണ്ണ സൗഖ്യമാകട്ടെ. In the name of Jesus. Vessels, tissues, bones and muscles come back to normal healthy condition. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. ശാല ഹലബല ഹലബല. Thank you Jesus, thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു. In the name of Jesus, be healed. Thank you Jesus. കർത്താവേ നന്ദി. എന്താ തോന്നണേ? ഇത്രയ്ക്ക് പൊന്തിക്കറിയുണ്ട്. ഇത്രയും പൊന്തിക്കാറായി? ഇത്രയും പൊങ്ങണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. Praise the Lord. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. Praise the Lord. ഓക്കെ. ഇനി ആരെങ്കിലും പ്രത്യേക രോഗങ്ങളുള്ളവരുണ്ടോ പ്രാർത്ഥിക്കേണ്ടതായിട്ട്? ഇതാ വേറൊരു സീരിയസ് കേസാണ്. പറയണോ രോഗത്തിന്റെ വിവരം? എനിക്ക് 2009 ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിന് ലീക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് ഏജ് ആയിക്കഴിഞ്ഞാൽ ചിലവ് കുറച്ചുണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ കർണാടക സ്റ്റേറ്റിലേക്ക് 2.5 കൊല്ലം ആയി അവിടെ പോയി വയ്ക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനത്തിനൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ എന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലീവൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ധ്യാനം വിൻസെൻ്റ് പോളിൻ്റെ ഒരു 3 ദിവസത്തെ ധ്യാനം കൊണ്ട് അങ്ങനെ ചുരുക്കി. ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ക്ഷീണമൊക്കെ ഒന്ന് ഞാൻ ഇടയ്ക്ക് തലകറക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എക്കോ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ 3D എക്കോ എടുത്ത് അതിൽ ട്യൂമറാണ്, മുഴയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻജിയോഗ്രാം CT എടുത്ത് ആൻജിയോഗ്രാം CTക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര പ്രാർത്ഥന ചെയ്തു അതിൻ്റെ ഉള്ളിൽ. അപ്പം എനിക്ക് അതിൽ അയോട്ടൊരു ഹോളുണ്ട്. ആ ഹോള് ഉള്ളതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം. അപ്പം ഞാനത് കഴിഞ്ഞ ദിവസം ഡോക്ടറിനോട് പറഞ്ഞ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് അപ്പം ഞാൻ
ഓൺ റിക്വസ്റ്റിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് എഴുതി തന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കമ്പനി ചെയ്ത് 1-ാം തീയതിക്ക് ഓപ്പറേഷന് ബുക്ക് ചെയ്തിരിക്കുക. അപ്പോൾ 30-ാം തീയതി ആൻജിയോഗ്രാം ചെക്ക് ചെയ്ത് ഓപ്പറേഷന് വിധേയമാണെന്ന് പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഹാർട്ടിൽ എവിടെ ഹോള്? അയോട്ടയിൽ ഹോളുണ്ട്. ആ ഹോള് അടയ്ക്കണം ഇപ്പോൾ. അതാണ് കാര്യം ഇല്ലേ? വാൽവ് റിപ്പയറും വേണം. 2 കാര്യം. വാൽവ് റിപ്പയർ ആവണം, അയോട്ടോയുടെ ഹോൾ അടയ്ക്കണം. ഇത് കർത്താവിന് സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. സാധ്യമാണ് 100% സാധ്യമാണ്. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. എൻ്റെ മകൾക്ക് ചെറുതിലെ അവള് 9th പഠിക്കുമ്പോൾ ഇതേപോലെ കംപ്ലൈൻറ്റ്, ഇവിടെ ഒരു ട്യൂമർ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് വന്ന് ധ്യാനത്തിന് പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാനത് കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ ട്യൂമർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടേരി മുരുകൂർ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് സ്പെസിമെൻസ് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ സെല്ലാണെന്ന് പറഞ്ഞാണ് റിസൾട്ട് തന്നെ. ധ്യാനത്തിന് പോയി 2ാമത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറൊന്നും അല്ല. അപ്പം അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതാണ്. അത്ഭുതം ഉള്ളതാണ്. ഇപ്പൊ ഒരു വലിയൊരു അത്ഭുതം വേറെ വേണം അല്ലേ? നമുക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുവോ? എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ഹൃദയത്തിന്റെ ദ്വാരം അടയട്ടെ. In the name of Jesus, let this hole in the heart be closed. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let this hole in the heart be closed. യേശുവേ തൊടണമേ, യേശുവേ തൊടണമേ, യേശുവേ തൊടണമേ, യേശുവേ തൊടണമേ. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal health again. യേശുവിന്റെ നാമത്തിൽ ഈ അയോട്ടയുടെ ഹോൾ അടയണം. യേശുവിന്റെ നാമത്തിൽ വാൽവ് സൗഖ്യപ്പെടണം. In the name of Jesus, be healed. In the name of Jesus, be healed. Shalom, in the name of Jesus, move the mountain. Thank you, Jesus. Thank you. Thank you. Thank you, Lord. 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 കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാസറേ, പുറത്തു വരിക. Praise the Lord. Okay? ഇനി ആരെങ്കിലും ഉണ്ടോ? വായോ. എവിടെയാ? 5-6 വർഷമായിട്ട് മുട്ട് കുത്താൻ പറ്റത്തില്ല. മുട്ടിന്റെ സൈഡിൽ ഒരു മുഴുത്ത മുഴയുണ്ട്. ഇപ്പോ അത് കർത്താവ് എടുത്ത് മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പലിശ അവിടെ മുഴ ഒന്ന് കാണിച്ചു കൊടുത്തത് എവിടെ? അവിടെ പിടിച്ചോ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോ. ഡോക്ടർ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കി. എല്ലാവരും പ്രാർത്ഥിക്കി. ഷാജി ഇപ്പൊ ആ പറ്റേ പാട്ടുപാടാ. ഈശോ എന്നെ സ്പർശിച്ചു എന്നുള്ളത്. ഇത് കഴിയുമ്പോൾ ഓക്കെ കം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. In the name of Jesus, all blood vessels, tissues, bones and muscles. Hallelujah.
vessels, tissues, bones and muscles come back to normal healthy condition and be